beautiful people, my name is Nashwa and welcome back to my channel. Welcome to yet another Meesho haul video. ഇന്ന് കാണിക്കുന്നത് ഫുൾ നീ ലെങ്ത് ഡ്രസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. സോ നൗ വിതൗട്ട് ഫർദർ ado, let's get started. ഞാൻ എല്ലാം ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല, ബട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഇസ് എ പ്രോപ്പർ കോട്ടൺ ഡ്രസ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റാണ്. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഇതാണ് സംഭവം. ഒരു യെല്ലോയിൽ പ്രിൻറ്റ്സ് വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഓക്കെ, മസ്റ്റഡ് യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. ലൈക്ക് നല്ല പക്ക കോട്ടൺ, നല്ല സുഖം ഉണ്ടാവും ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ്. നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്ക് ഇങ്ങനെ റൗണ്ട് നെക്കാണ്, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈ ഡീറ്റെയിൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. നെക്ക് കുറച്ചിങ്ങനെ ഡീപ്പ് പോലെ ഉണ്ടാവും, ബിക്കോസ് ടൈയും കൂടി ആയതുകൊണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ട വരും കേട്ടോ. ഓക്കെ, സോ അതാണ് സംഭവം. സ്ലീവ്സ് 3/4 ബലൂൺ സ്ലീവ്സ് ആണ്. മീഡിയം ആണ് ഞാൻ ചൂസ് ചെയ്ത സൈസ്. ഇതിൻ്റെ കളറ് പോകുമെന്ന് അറിയില്ല, കണ്ടിട്ട് പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് നീ ലെങ്ത് ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് ബ്ലൂ ജീൻസ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ലെഗ് പാൻസോ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഞാൻ എന്തായാലും ഇട്ടിട്ട് കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഇപ്പം ഇവിടെ ഓഫ് വൈറ്റ് പാൻറ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ബ്ലൂ ജീൻസിൻ്റെ കൂടെ ആയിരിക്കും ഇടുക. സോ ഇട്ടിട്ടുള്ള ക്ലിപ്പ് വിൽ ബി ഹിയർ, സോ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത് ഇസ് ദിസ് വൺ. ഇതും സൈസ് മീഡിയം ആണ്. അഗെയിൻ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഫുൾ സ്ലീവ്സ് ആണ്. ഇങ്ങനത്തെ ക്രോഷ്യ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ. ഓക്കെ, നീ ലെങ്ത് ഡ്രസ്സാണ്. അഗെയിൻ കോട്ടൺ ആണെന്ന് തോന്നുന്നുണ്ട്. സൈസ് മീഡിയം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുൾ സ്ലീവ് ആണ്. അഗെയിൻ സീ ത്രൂ അല്ല, ലൈനിങ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കോളേജ് ഗോയിങ് ഗേൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. സോ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആയിട്ടിട്ട് സൈഡിൽ കാണിച്ചു തരാം. ഇതിനിപ്പോൾ എന്ത് തട്ടിടുന്ന ആലോചിക്കുന്നത്. ഓഫ് വൈറ്റ് ഇട്ടാൽ യൂണിഫോം പോലെ ഉണ്ടാവും. നമുക്ക് നോക്കാം. മേ ബി ഈ തട്ടല്ല, വേറെ ഏതെങ്കിലും ലൈറ്റ് ഈ തട്ടേന് മാച്ച് ചെയ്യാം. ഇങ്ങനെ ഈ തട്ടിട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത് ഒരു ക്യൂട്ട് യെല്ലോ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് സൈസ് മീഡിയം ആണ് വരുന്നത്. നെക്കിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ട് ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ്. ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ്സ് ഇതൊക്കെ ഹാഫ് ബലൂൺ ആയിട്ട് അങ്ങനെ. ആൻഡ് ഇവിടെ ഒരു ബാൻഡ് ഉണ്ട്. സൈസ് മീഡിയം ആണ്. ഇതിൻ്റെ ഇവിടെ നമുക്ക് എംബ്രോയിഡറിയിൽ കുറച്ച് കളർഫുൾ ആണ് കേട്ടോ എംബ്രോയിഡറി വരുന്ന. നീ ലെങ്ത് ഡ്രസ്സാണ്. ടോപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനത്തെ ക്രോഷ്യ ലേസ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് സംഭവം. ഇത് അഗൈൻ നമുക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഇട്ടിട്ട് സിമ്പിളായിട്ട് കോളേജിലേക്ക് ഇടാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വരുന്നതാണ്. ഐ തിങ്ക് ഇത് റയോണോ അങ്ങനത്തെ എന്തോ മെറ്റീരിയലാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സോ ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. സോ ഇഫ് യു വോണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നെക്ക് ഇങ്ങനെ ഒരു വി നെക്കിലാണ് കേട്ടോ വരുന്നത്. സോ ദിസ് ഈസ് ആർ മൂന്നാമത്തെ ഡ്രസ്സ്. പക്ഷെ നല്ല അടിപൊളി ഡ്രസ്സ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇമാജിൻ ചെയ്ത പോലെ ആണോ വന്നതെന്ന് വെച്ചാൽ എല്ലാം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സോ ഇതാണ് സംഭവം. ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് മറ്റേ ഹോസ്പിറ്റൽ സ്ക്രബ്സ് പോലെ ഇല്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം. എനിക്കൊന്ന് ഞാൻ കുറച്ചും കൂടി വലിയ XXL ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓഫ് ഷോൾഡറിലേക്കൊക്കെ പോയിട്ട് കുറച്ചും കൂടി ഒരു ലൂസ് ഫിറ്റിൽ ഇടാൻ പറ്റുക, അങ്ങനെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ നേരെ പോയിട്ട് മീഡിയം ചൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബട്ട് എനിക്ക് പേഴ്സണലി വല്ലാണ്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇട്ടിട്ട് ഇവിടെ കാണിച്ചിട്ടാൽ ചിലപ്പോൾ ഞാൻ ഇടാനും ചാൻസ് ഇല്ല. ഇതിങ്ങനെ ഹാഫ് സ്ലീവിൻ്റെ കൂടെ ഇന്നറൊക്കെ ഇട്ടിട്ടും ഭയങ്കര ബോറിങ് സ്റ്റൈലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഇതാണ് സംഭവം. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഓൺ ദിസ് വൺ ഈസിലി. അത്രക്ക് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഈ ഒരു ടോപ്പ് തോന്നിയില്ല കേട്ടോ. സോ ദിസ് ഈസ് ആർ ഫോർത്ത് പ്രോഡക്റ്റ്. നൗ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ടോപ്പാണ് കേട്ടോ. ഓൾമോസ്റ്റ് എപ്പം മീഷോ പറഞ്ഞാലും മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ പിങ്ക് കളറാണ്. പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ക്രേപ്പ് മെറ്റീരിയൽ ആണ്.
3/4 സ്ലീവ് എന്ന് പറയാം, ഫുൾ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല, 3/4 സ്ലീവ് ആണ്. സൈസ് മീഡിയം ആണ് വരുന്നത്. റൗണ്ട് കയറിയ നെക്കാണ് കേട്ടോ. എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ബട്ടൺ ഉണ്ട്. ടയേർഡ് ഡ്രസ്സാണ്. യു ക്യാൻ വെയർ ഇറ്റ് വിത്ത് എനി ബോട്ടം ലൈക്ക് ബ്ലൂ ജീൻസ്, ബ്ലാക്ക് ജീൻസ്, ഓഫ് വൈറ്റ് ജീൻസ്, എല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റഡ് എന്തെങ്കിലും പാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനി ഇത് അത്യാവശ്യം ജസ്റ്റ് ബിലോ നീ ലെങ്ത് ആണ്. അപ്പം നിങ്ങൾക്ക് ലെഗിങ്സ് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഇടാം. സ്ട്രെയിറ്റ് പാരലൽ ബോട്ടംസ് ഇടാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. അപ്പം അങ്ങനെ ഒരു നല്ല വേഴ്സിറ്റൈൽ ടോപ്പാണ്. ഈ പ്രിന്റഡ് ഹിജാബ് ഇടാം, പ്ലെയിൻ ഹിജാബ് ഇടാം, കോൺട്രാസ്റ്റ് ഹിജാബ്സ് ഇടാം, ഒക്കെ യോർ ചോയ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇട്ടിട്ട് ഞാൻ സിമ്പിളായിട്ട് ഇടുള്ളൂ, ഞാനൊന്നും ആർഭാടാക്കുന്നില്ല. ഒരു സിമ്പിൾ ഹിജാബ് ആൻഡ് മേ ബി മോസ്റ്റ്ലി ബ്ലൂ ജീൻസ് ഇട്ടിട്ട് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ സൈസ് ആക്കി ഞാൻ പറഞ്ഞ പോലെ മീഡിയം ആണ്. സോ ദിസ് ഇസ് അവർ ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊക്കെ എത്ര വാഷ് ചെയ്ത് ഇട്ടാലും ഇങ്ങനെ നരക്കാത്ത ടൈപ്പില്ല, ആ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. എസ്പെഷ്യലി കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു നോ ദ ഡ്രിൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ സീ യു സൂൺ with another brand new video. Until then, bye.